ലാസ്റ്റ് ആണോ അല്ലെന്ന് പറയാം. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ 4.5 ലക്ഷം റുപ്യ മാർക്കറ്റിലെ വണ്ടിയാ. പ്രേക്ഷകർക്ക് അറിയാം, കേൾക്കുന്ന ആളുകള് ഓലിത് നോക്കുമല്ലോ. നമ്മൾ പറയുന്ന വിലക്ക് അങ്ങനെ എടുത്തു പോകില്ലല്ലോ. അപ്പൊ ഓലിക്ക് അറിയാം 3,96,000 റുപ്യക്ക് നല്ലോണം മുതലുണ്ട് തന്നെ. ഓക്കെ, ഇത് മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? അതും ഫുള്ള് ആണെങ്കിൽ ലോൺ കിട്ടും. ഫുള്ളായിട്ട് ലോണിൽ കൊടുക്കാൻ കഴിയും. 1000 കിലോമീറ്റർ 82 കറക്റ്റ്. എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് 2.5 രൂപക്ക് കൊടുക്കാം. 2.50 കൊടുക്കാം. വില നെഗോഷ്യബിൾ അല്ല, കുറച്ച് കൊടുക്കൂല. വില ഇനി കുറയാല്ല. 2.55 കൊടുക്കുന്ന വണ്ടിയാണ്. 2.5 പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോ ഇത് നമുക്ക് ചെയ്യാം. ഇത് എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 2.40 വരെ ലോൺ കിട്ടും. 2.40 ഒരു 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് പോവാം. വെറും 10 രൂപ മതിയായിട്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു. ഫുൾ ഗ്യാരണ്ടി. കമ്പനിയിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. എവിടെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ ഓലെ വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുക്കാം. വരുന്ന ചെലവ് കമ്പനി സർവീസ് ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ല. തൊള്ളോണ്ട് വെറുതെ പറയല്ല, ഒരു റീപ്ലേസും ഇല്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഓല് വന്നിട്ട് റീപ്ലേസ് കാണിച്ചാ തന്നാല് ഓല് ഇങ്ങോട്ട് വന്ന ചെലവ് ഓർക്ക് ഫുഡ് കഴിക്കാലോ അങ്ങോട്ട് ഇതുവരെ വെറും വന്ന ചെലവുള്ളൂ. ഫുഡിന്റെ പൈസ കാരണം ഒരു റീപ്ലേസും ഇല്ല. പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ, ഒരു മയം വെയിലും കൊള്ളാതെ കൊണ്ടു നടക്കാൻ പറ്റിയ ചെറിയ പൈസന്റെ അടിപൊളി കാറുകളുമായിട്ട് വീണ്ടും നമ്മുടെ ലത്തീഫ് ഖാന്റെ റയ്യാൻ യൂസർ കാർ ഷോറൂമിലാണ് ഇന്ന് വന്നിട്ടുള്ളത്. ലത്തീഫ് ഖാൻ, സ്വാഗതം. എന്തൊക്കെയുണ്ട് ലത്തീഫ് ഖാൻ? സുഖം, അങ്ങനെ പോണ്. പിന്നെ എത്ര വണ്ടി ഇപ്പോ ഉണ്ട്? ഒരു 10-25 വണ്ടി ഇപ്പോ ഉണ്ട്. നമ്മൾ ലാസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ഒരുപാട് വണ്ടികൾ കയറിക്കണ്. അതുകൊണ്ട് ലത്തീഫ് ഖാനെ വിളിച്ചു, ഞാൻ ഇവിടെ വന്നു. അല്ലെ ലത്തീഫ് ഖാൻ, വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സുഖമായിട്ട്. മഴക്കാലൊക്കെ അല്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ചെറിയ റേറ്റില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് വണ്ടികൾ, ഒരു നിങ്ങളന്ന് പോയിന്റ് ശേഷം ഒരു 10-15 വണ്ടി കയറിയിട്ടുണ്ട്. അപ്പൊ അതും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വിളിച്ചതാണ് ഞാൻ. അന്നാള് വണ്ടി പോയില്ല, നമ്മൾ പോയി. അതില് കുറച്ച് പൊതുവെ നിങ്ങൾക്ക് അറിയാലോ, ഫുള്ളായിട്ട് പോയിട്ട് വേറെ വരൂലല്ലോ. കുറെ വരും, കുറെ പോവും, കുറെ വരും, കുറെ പോവും, അങ്ങനെയാണ്. ഒരുപാട് സ്ഥലത്തേക്ക് നിങ്ങളെ കാസർഗോഡ്, കണ്ണൂര്, എറണാകുളം ഒക്കെ വണ്ടി പോലും കാണാതെ ഫോണില് നിങ്ങൾ കൊണ്ടുപോയി കൊടുത്തതാ. ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തതാ. ഇയാളാണ് ഒരു വണ്ടി കൊടുത്ത ആള്, സാക്ഷിയാണ്. കൊണ്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. ഒരുപാട് വണ്ടി ഒരു കാണാതെ നമ്മൾ പറഞ്ഞ ഗ്യാരണ്ടിയിൽ കൊണ്ടുപോയിട്ട് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറഞ്ഞത്. ഹാപ്പിയാണ്. എത്ര പൈസ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ? സ്റ്റാർട്ടിങ് ഇപ്പൊ നമുക്ക് ഒരു 65 രൂപ ആൾട്ടോ ഉണ്ട്. 65,000 രൂപയൊക്കെ AC ഉള്ളതാണ്. AC പവർ സ്റ്റാരിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ AC ഞാൻ നോക്കിയിട്ടില്ല. AC വർക്കിംഗ്, ഗ്യാസ് ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം അത് ഈ ചെറിയ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടേ 1-2 വണ്ടി അങ്ങനത്തെ. ലൊക്കേഷൻ ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കും. ലൊക്കേഷൻ പെരിന്തൽമണ്ണ വരികയാണെങ്കിൽ നേരെ നിലമ്പൂർ റൂട്ടാണ്. പാണ്ടിക്കാട്, വണ്ടൂര്, നിലമ്പൂര്, വൈക്കടവ് റൂട്ടിലാണ്. കാളങ്കാവ് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ. കാളങ്കാവ്, അതായത് പാണ്ടിക്കാട് വണ്ടൂർ റോഡിൽ കാളങ്കാവ് 2 കിലോമീറ്റർ പാണ്ടിക്കാട്ട് അങ്ങാടിന്ന്. മലപ്പുറം മഞ്ചേരി ആ ഭാഗത്ത് നിന്നൊക്കെ വരികയാണെങ്കിൽ മഞ്ചേരിന്ന് നേരെ വരികയാണെങ്കിൽ പാണ്ടിക്കാട് ജംഗ്ഷനിൽ ലെഫ്റ്റിലോട്ട് 2 കിലോമീറ്റർ. വണ്ടൂർ റോഡിലാണ്. വണ്ടൂർ റോഡ്, വണ്ടൂർ നിലമ്പൂർ റോഡ് 2 കിലോമീറ്റർ. കാളങ്കാവ് വന്നാൽ മതി. നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നേരെ വണ്ടിയിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ഹൂണ്ടായിന്റെ i20 പരിചയപ്പെടാം. ഇത് ഒന്ന് പറഞ്ഞു കൊടുത്താൽ. ഇത് 2017 രജിസ്ട്രേഷനുള്ള വണ്ടി. 30,000 കിലോമീറ്റർ കമ്പനി സർവീസ്, സിംഗിൾ ഓണർ വണ്ടി. ഇത് കമ്പനി ഹിസ്റ്ററി ഞാൻ എടുത്തു. ഈ പമ്പറും ഗ്രില്ലും കമ്പനിയിൽ നിന്ന് റീപ്ലേസ് ഉണ്ട്. വേറെ അതില് കമ്പനിയിൽ നിന്ന് റീപ്ലേസ് കാര്യങ്ങളൊന്നും മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോ ചിലപ്പോ ആളുകള് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഉണ്ടാകുമ്പോ ഒരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാലും മാറ്റും. അതിപ്പോ നമ്മളുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം. മറ്റത് ഒരു ഹിസ്റ്ററി എടുത്തോട്ടെ, ഇങ്ങോട്ട് വന്നാൽ മതി. ഇതാ നമ്പർ കാണുന്നുണ്ടല്ലോ കേട്ടോ. ഇത് പെട്രോൾ ഡീസൽ? പെട്രോൾ ആണ്. മാനുവൽ ആണ്. മാഗ്ന ഓപ്ഷൻ. പിന്നെ അത്യാവശ്യം കണ്ടീഷനുള്ള ടയർ ഉണ്ട്. അത്യാവശ്യം കട്ടൽ ടയർ ഉണ്ട്. ഉള്ളിൽ നല്ല സീറ്റ് കവർ കുഴപ്പമില്ല. ഒറിജിനൽ കമ്പനി ഇറങ്ങിയപ്പോൾ പിന്നെ അപ്പട്ട കവറാണ്. പിന്നെ ഇൻഷുറൻസ് പുതിയത് നമ്മൾ എടുത്തിട്ടാണ് കൊടുക്കൂല. അപ്പൊ ഓൾറെഡി ഇൻഷുർ കഴിഞ്ഞിരിക്കണേ. അപ്പൊ ഫസ്റ്റ് വണ്ടികൾക്ക് ഫസ്റ്റ് കൊടുക്കാം. എങ്ങനെ വേണ്ട മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കാം. എത്ര ഇത് നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000 വണ്ടി കൊടുക്കാം. ലാസ്റ്റ് ആണോ അല്ലെന്ന് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊക്കെ 4.5 ലക്ഷം രൂപ മാർക്കറ്റിലെ വണ്ടിയാ. പ്രേക്ഷകർക്ക് അറിയാം, കേൾക്കുന്ന ആളുകള് ഓലിത് നോക്കുമല്ലോ. നമ്മൾ പറയുന്ന വിലക്ക് അങ്ങനെ എടുത്തു പോകില്ലല്ലോ. അപ്പൊ ഓർക്ക് അറിയാം 3,90,000 രൂപയ്ക്ക് നല്ലോണം മുതലുണ്ട് തന്നെ. ഇത് മാക്സിമം എത്ര പൈസ ഇറക്കാൻ പറ്റും? അതും ഫുള്ള് ആണെങ്കിൽ ലോൺ കിട്ടും. ഫുള്ളായിട്ട് ലോണിൽ കൊടുക്കാൻ പറ്റും. നിസാൻ സണ്ണി ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. എങ്ങനെയാണ് മോഡൽ കാര്യങ്ങൾ? 2017. ഓക്കെ. ഇത് നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ മാറി വണ്ടിയാണ്. ഇവിടുത്തെ മാറി വന്നതാണ്. നമ്പർ 2017 ആണ് വണ്ടി. 2017 ഇഞ്ചൻ ഫുൾ ഗ്യാരണ്ടി. എവിടെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തോട്ടെ. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഒരു കൊണ്ടോണ്ട. ഓയിൽ അടിക്കേ, ആവി പൊന്തേ, പ്രശ്നങ്ങളോ ഹീറ്റാവോ ഒന്നുമില്ല. ഇഞ്ചൻ ഫുൾ കണ്ടീഷൻ. മെക്കാനിക് ഫുൾ ഒന്നും നോക്കാനില്ല.
ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഇതിൽ വരുന്നത് 2 പവർ വിൻഡോ മാത്രമേ വരുന്നുള്ളൂ. ഇത് 4 പവർ വിൻഡോ അല്ല, 2 പവർ വിൻഡോ. പവർ സ്റ്റാരിംഗ് ഉണ്ട്, മുന്നിൽ 2 പവർ വിൻഡോ. ഇത് ഓട്ടോ ജനുവിൻ 1:22 കറക്റ്റ് ഓട്ടം. കറക്റ്റ് ഓട്ടാണ്. ഒന്നും ആ ഇഞ്ചിന്റെ വർക്കിംഗ് കണ്ട നമ്മൾ ഇത്രയും കാലം വണ്ടി കണ്ടത്. നമുക്ക് അതിന്റെ ഇഞ്ചിന്റെ വർക്കിംഗ് കണ്ട ഏതാണ്ട് എത്ര ഓടിയെന്ന് നമുക്ക് മനസ്സിലാവും. വെറും ഇഞ്ചിന്റെ ഇത് മാത്രമല്ല, മൊത്തത്തിൽ ഇതിന്റെ ഉപയോഗങ്ങൾ കണ്ടറിയാലോ. വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഡീസൽ മൈലേജ് കൂടുതൽ കിട്ടൂല. മൈലേജ് ഇത് 20 കിലോമീറ്റർ മൈലേജ്, 18, 19, 20 കിലോമീറ്റർ മൈലേജ്. എത്ര കൊടുക്കാതെ ഇത് നമുക്കൊരു 2.25 റുപ്യ കൊടുക്കാം. 2.90, 3 റുപ്യ ചോദിക്കുന്ന വണ്ടിയാ. 2.25 റുപ്യ കൊടുക്കാം. 2.25 കൊടുക്കാം. 2017 വണ്ടി. 2017 വണ്ടി. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ. ഇതിനൊക്കെ ലോൺ കിട്ടുമോ? ലോണ് ശ്രമിക്കാം, ഞാൻ നോക്കിയിട്ടില്ല. ലോണ് കിട്ടുമോ നമുക്ക് ബാങ്കിൽ ചർച്ച ചെയ്യണം, ചെയ്തിട്ടില്ല. കിട്ടേണ്ടതാണ്. ഒരു 2 ലക്ഷം റുപ്യ ലോണ് കിട്ടൂല. ഏകദേശം 10-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. ലത്തുക്ക പറഞ്ഞാൽ ഇതെങ്ങനെയാണ്? ഇത് 2019 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. കമ്പനി ഹിസ്റ്ററി ഫുൾ ആണ്, ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഇല്ല. നല്ല ക്വാളിറ്റി വണ്ടി. ഹ്യൂണ്ടായിന്റെ ഐറ്റം ഗ്രാൻഡ് ഡീസൽ വണ്ടി, ഏറ്റവും മൈലേജ് കിട്ടുന്ന വണ്ടി. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.90, 3.85 കൊടുക്കാം. 3.85 കൊടുക്കാം. 2019 മോഡൽ ഡീസൽ വാഹനമാണ്. 3.85 തരാന്ന് പറയുന്നുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വണ്ടി ഫുൾ ഗ്യാരണ്ടി. കമ്പനിയിൽ വേണമെങ്കിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തോട്ടെ. എവിടെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടെങ്കിൽ ഓലെ വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുക്കാം. വരുന്ന ചെലവ് അങ്ങോട്ട് കൊടുക്കാം. ഇതുമേ ഒരു 3.5 ലക്ഷം റുപ്യ ഫൈനാൻസ് കിട്ടും. 3 റുപ്യ കിട്ടൂല? 3.5 ലക്ഷം റുപ്യ കിട്ടും. നിങ്ങൾ ചോദിച്ച 3.85 അല്ല? 3.85, 3.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 10-30 മോഡലിൽ പുതിയ വണ്ടിയല്ലേ? അതെ. 30,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ലോൺ ഇറക്കാം. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്നു നോക്കോ. ഇവിടെ നമുക്ക് ഒരു വാഗണർ നോക്കല. വാഗണർ ഇതെങ്ങനെയാണ്? വാഗണർ ഇത് LXI 2014 വണ്ടി. 2014 LXI ആണ്. വാഗണറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ ഇപ്പൊ 4 വാഗണർ ഉണ്ട്. 4 വാഗണർ. ഇത് നിങ്ങൾ ആദ്യമായിട്ട് ഇത് എടുത്തതുകൊണ്ട് മൊത്തം എല്ലാത്തിന്റെ പറയാണ്. ഇതിലേറെ മോഡൽ കൂടിയതും ഒക്കെ ഉണ്ട്. VXI ന്യൂ മോഡൽ 2 ഉണ്ട്. അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതേ മോഡലില് VXI വേറെ 3 എണ്ണം. സിൽവർ 2 എണ്ണം. ഒരു ഉണ്ടല്ലേ, നമുക്ക് കാണിച്ചു കൊടുക്കാം. 4 വണ്ടിയും സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടി. ഗ്യാരണ്ടിയാ. 4 വണ്ടിക്ക് ഗ്യാരണ്ടി. ഇത് സിംഗിൾ ഓണർ അല്ല, ഇത് ഓണർഷിപ്പ് 3 ആണ്. LXI ആണ്. ഇഞ്ചനും ബോഡിയും കാര്യങ്ങളൊക്കെ ഫുൾ ഗ്യാരണ്ടി, റീപ്ലേസ്. ഓട്ടോ എത്ര ഉണ്ടാവും? ഇത് ഓട്ടം 82,000 കിലോമീറ്റർ. 82 കറക്റ്റ് ഓട്ടം. എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് 2.5 രൂപക്ക് കൊടുക്കാം. 2.50 കൊടുക്കാം. വില നെഗോഷ്യബിൾ അല്ല, കുറച്ച് കൊടുക്കൂല. വില ഇനി കുറയല്ലത് 2.55 കൊടുക്കുന്ന വണ്ടിയാണ്. 2.5. പിന്നെ എന്തെങ്കിലും ഇനിയിപ്പോ ഇത് നമുക്ക് ചെയ്യാം. ഇത് എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 2.40 വരെ ലോൺ കിട്ടും. 2.40. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ വണ്ടിയായിട്ട് പോവാം. വെറും 10 രൂപ മതിയായിട്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഈ റിഡ്സ് കാർ നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ്? ഇത് റിഡ്സ് 2013 അലേവിയിലൊക്കെ ഉള്ള വണ്ടി. ഇത് മഴ ആയതുകൊണ്ടാണ് ഫ്രണ്ട് നിന്ന് എടുക്കാത്തത് പറഞ്ഞത്. എന്താ അറിയോ, മഴ കാരണം ബാക്ക് വാഗാണ് എടുക്കണം. അപ്പൊ എന്താ ബാക്കാണോ പെരും മഴ പെയ്യും. അത് കുഴപ്പമില്ല. ഇത് 2013 അലേവിയിലൊക്കെ ഉള്ള വണ്ടി. 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 3ാമത്തെ ഓണർഷിപ്പിലാണ് വണ്ടി. റീപ്ലേസ് ഒന്നുമില്ല. ഇഞ്ചിന് കാര്യങ്ങളൊക്കെ ഫുള്ള് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. നല്ല ഫുൾ 2.5 ലക്ഷം IDVയില് പുതിയ ഇൻഷൂർ ഉണ്ട്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,90,000 റുപ്യ കൊടുക്കാം. 290 കൊടുക്കാം. എത്ര പൈസ ഇറക്കാൻ പറ്റും? അത് 2.5 ലക്ഷം റുപ്യ ലോൺ കിട്ടും. 40 റുപ്യ ഉണ്ടെങ്കിൽ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ? ഇത് 2010 പേപ്പർ എടുത്ത വണ്ടി. 2030 വരെ പേപ്പറുള്ള വണ്ടി. അത് 1 ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി കൊടുക്കാം. ക്ലച്ച് ഡിസ്ക് ഒക്കെ പുതിയ മാറിയാണ്. AC ഫുള്ള് ഗ്യാരണ്ടി. AC മെക്കാനിക് ഫുള്ളാണ്. ഒന്നും ചെയ്യാനില്ല. 1.10 1 ലക്ഷം രൂപ കൊടുക്കാം. 1 ലക്ഷം കൊടുക്കാം. പേപ്പർ ഓൾറെഡി ഇൻഷൂർ അടക്കം പുതിയത്. പുതിയ പേപ്പർ ഒരു 5 വർഷം എല്ലാ പേപ്പറും റെഡി. വണ്ടി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി. ഇവിടെ ഒരു ZNESTലോ അതേപോലെ തന്നെ 2010 വണ്ടി പുതിയ പേപ്പർ എടുത്തു. 4 പുത്തൻ ടയർ. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ. ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. കിട്ടില്ല വണ്ടി. ഈ വണ്ടി നമുക്ക് ഇത് എത്ര ഓടിക്കണ്ട്? ഇത് ഓട്ടം 1.20 സംതിങ് ആക്കാരം. ഒന്ന് നോക്കാണെങ്കിൽ ഇഞ്ചിനൊക്കെ ഗ്യാരണ്ടിയാണ്. മെക്കാനിക് ഫുള്ളാണ്. ഒരളക്കല്ല വണ്ടി. അത്രയും ക്വാളിറ്റി വണ്ടി, നല്ല ക്വാളിറ്റി വണ്ടി. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 1.5 റുപ്യ കൊടുക്കാം. 1 റുപ്യ കൊടുക്കാം. ഒരു 40-40,000 റുപ്യോളം പേപ്പറിനും ഇൻഷൂറും ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെലവ് വന്നു.
₹1 വണ്ടി കൊടുക്കാം. 5 കൊല്ലത്തെ പുതിയ പേപ്പർ കൊടുക്കാൻ. എന്നിട്ട് അതിന് തന്നെ കുറയോ? അതിന് കുറയാൻ സത്യം പറയുകയാണെങ്കിൽ ഇല്ല. ഞാൻ ഫൈനൽ ഇതാണ് പറഞ്ഞത്. ആയിക്കോട്ടെ കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ബൊലേറോ നോക്കാം. ബൊലേറോ എങ്ങനെയാണ്? ബൊലേറോ 2009 പുതിയ പേപ്പർ എടുത്തത്. 4 പുത്തൻ ടയർ, സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി, 4 പുത്തൻ ടയർ, ഫുൾ ഓപ്ഷൻ വണ്ടി, 4 പവറിന്റെ വരുന്ന DI ഇഞ്ചൻ. ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഒന്നും പറയാല്ല. വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷൻ ആണ്. 2.25 രൂപ കൊടുക്കാം. 2.25 പുതിയ പേപ്പർ, പുതിയ ഇൻഷൂർ, പുതിയ ടയർ, സിംഗിൾ ഓണർ, ഒരു 7 സീറ്റർ വണ്ടിയാണ്. ആവശ്യമുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോട്ടോ. 600 നമുക്ക് നോക്കാം. ഇത് എത്ര മോഡലാണ്? ഇത് 2015 വണ്ടി. 2015 മോഡൽ LXi നോക്കുന്നത്. ഇത് 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. നല്ല പുത്തൻ ടയർ ഉണ്ട്. ഇൻഷൂർ പുതിയതുണ്ട്. റീപ്ലേസ് ഒന്നും പോടില്ല. വണ്ടി നല്ല ഇഞ്ചൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇത് എത്ര കൊടുക്കാം? ഇത് നമുക്ക് ₹2 1.95 കൊടുക്കാം. 1.95. 2015 വണ്ടി, 2015 മോഡല്. 80,000 ഓടിയ വണ്ടിയാണ്. ആക്സിഡന്റ്, റീപ്ലേസ്, തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല കേട്ടോ. ഒരു സാധനം മാറിയിട്ടില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇതിന് ചോദിച്ചത് എത്ര? 1.95 ലാസ്റ്റ് ആണോ ഇത്? ₹2 വില. 1.95 നമ്മൾ പരമാവധി. ഇനിയിപ്പോ ഒരാള് വരുമ്പോ എന്തെങ്കിലും മോഡൽ തന്നെ. ഇത് 2016 വണ്ടി. വീഡിയോ ആണ് ഓപ്ഷൻ. ഓപ്ഷൻ തന്നെ വീഡിയോ. അതായത് എല്ലാ ഫീൽഡും ഉണ്ട്. അലൈവീല്, എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ ഒക്കെ തികഞ്ഞ വണ്ടി. VXന്റെ നേരെ താഴെ VD. പിന്നെ അതിന്റെ താഴെ കുറെ GD പ്ലസ് ഒക്കെ ഉണ്ട്. അത് നോക്കണ്ട. അത്യാവശ്യം എല്ലാ ഓപ്ഷനും ഇതും ഉണ്ട്. പുത്തൻ ടയർ ഉണ്ട്. വണ്ടി മേജർ തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഉണ്ട്. പിന്നെ കിലോമീറ്റർ എത്ര? 26 സംതിങ് ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ പറയാൻ കഴിയോ? അതിന് നമ്പർ ആയ വണ്ടിയാണ്. നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ കഴിയൂല. നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടി കൊടുന്നു. അതിലില്ല കിലോമീറ്റർ ആണ് ഞാൻ പറയുന്നത്. ഇഞ്ചനും കാര്യങ്ങളൊക്കെ ഫുൾ കണ്ടീഷൻ ആണ്. എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കാണ്. പിന്നെ ടൊയോറ്റന്റെ വണ്ടി നമുക്ക് ഇതിന്റെയൊക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാം. പിന്നെ കിലോമീറ്റർ വലിയൊരു കഥയല്ലോ. ഇത് എത്ര നിങ്ങൾ ആസ്ക്? ഇത് നമുക്ക് ₹4,90,000 കൊടുക്കാം. 2016 വണ്ടിയാണ്. ഓപ്ഷൻ വരുന്ന വീഡിയോ ആണ് കേട്ടോ. 490 490 കൊടുക്കാലോ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം വന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഇതേ വണ്ടി 2018 നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഒപ്പുള്ള ആള് വണ്ടി തന്നെ. ഇതേ സെയിം വണ്ടി 2018 അല്ല, ഒറിജിനൽ അല്ല. അത് നമ്പർ ആയത്. ഇതൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തില് അവിടുന്ന് ആള് നോക്കി ഫുള്ള് ചെക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് കൊണ്ടുവരുന്ന വണ്ടിയാണ്. അല്ലാതെ എവിടുന്നെങ്കിലും കാണാൻ അങ്ങനെ എടുക്കുന്ന വണ്ടിയല്ല കേട്ടോ. അത് അതിന്റെ വില പറയുന്ന അത് നമുക്ക് പറഞ്ഞത്. പിന്നെ അത് നമുക്ക് 640 കൊടുക്കാം. 2018 1,00,000 കിലോമീറ്റർ, 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, ഒരു റീപ്ലേസ്, തട്ടുമുട്ടൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി, നല്ല വണ്ടി. അത് 6,40 കൊടുക്കൂല. നമുക്കൊരു ആൾട്ടോ 800 ഇതെങ്ങനെയാണ്? ആൾട്ടോ 800 ഇത് VXi ആണ് വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. 4 പുത്തൻ ടയർ, പിന്നെ പുത്തൻ സീറ്റ് കവർ, പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, സ്പോയിലർ ഒക്കെ ചെയ്തിട്ടുണ്ട്. VXiക്ക് വരും. ഇത് മോഡൽ എത്ര? 2014. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം 1.95 കൊടുക്കാം. ₹2 വില, 1.95 ലാസ്റ്റ് കൊടുക്കാം. 2014 VXi ആണ് കേട്ടോ. ഇത് VXi LXi. 4 പുത്തൻ ടയർ, ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ, പിന്നെ നല്ല അടിപൊളി സീറ്റ് കവർ. തികഞ്ഞ വണ്ടി, നല്ല ഒരു റീപ്ലേസും ഇല്ല. ഒരു സാധനം മാറിയിട്ടില്ല. നല്ല ഹൈ റീപ്ലേസ് ഉണ്ടെങ്കിൽ ഒരാൾ വന്നിട്ട് പറയാണ് ഇതിന്റെ റീപ്ലേസ് ആണെന്ന് പറയാ. ഓല ഇവിടേക്ക് വന്ന ചെലവ് കണക്കൂട്ടിട്ട് ഞാൻ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. കാരണം നോണ പറയുന്നതിനുള്ളൊരു ഇത് ഞാൻ ചെയ്യാം. ഇവിടെ നല്ലൊരു അടിപൊളി വാഗനർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര എത്തുക? ഇത് 2013 വണ്ടി. 2013 സിംഗിൾ ഓണർ, 4 പുത്തൻ ടയർ. കമ്പനി സർവീസ് ഉണ്ട്. ഒരു റീപ്ലേസും ഇല്ല. തൊള്ളോണ്ട് വെറുതെ പറയല്ല, ഒരു റീപ്ലേസും ഇല്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഓല് വന്നിട്ട് ഇതിന് റീപ്ലേസ് കാണിച്ച തന്നാല് ഓല് ഇങ്ങോട്ട് വന്ന ചെലവ് ഓൽക്ക് ഫുഡ് കഴിക്കാലോ അങ്ങോട്ട് ഇതുവരെ വെറും വന്ന ചെലവുള്ളൂ. ഫുഡിന്റെ പൈസ കാരണം ഒരു റീപ്ലേസും ഇല്ല. ഓപ്ഷൻ എത്ര ഓട്ടം ഉണ്ട്? ഓട്ടം 90 കമ്പനി സർവീസാ. 90 ഉള്ളത് ഫുൾ കമ്പനി സർവീസാ. ഫുള്ള് കമ്പനി സർവീസ് തന്നെ. ഞാൻ ഹിസ്റ്ററി എടുത്തതാണ്. എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 2 MB കൊടുക്കാണ്ട്. 2 MB കൊടുക്കാം. എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇതിപ്പോ 2.5-2.60 വരെ ലോൺ കിട്ടും. ചിലപ്പോ 70 അതിന്റെ മേലെ കിട്ടും. നമുക്കൊരു 2.60 വരെ ലോൺ പ്രതീക്ഷ. 10-20 ഉണ്ടെങ്കിൽ വണ്ടി
അപ്പോ ഇവിടെ ചോദിക്കുന്ന വില അല്ല, വില കുറച്ച് തരും. നിങ്ങൾ ഇവിടെ വന്ന് വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വില കുറയും കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ആൾട്ടോ കാർ ചെറിയ പൈസക്ക് ഒരു കൊണ്ടു നടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഈ പഠിത്തത്തിന്റെ അതിന് ഒക്കെ പറ്റുമല്ലോ ഇത്. ടയറൊക്കെ ഫുള്ള് പുതിയ ഇൻഷൂർ, ബോഡി കാര്യങ്ങളൊക്കെ ഫുള്ളാണ്. ഓക്കെ, AC പവർ സ്റ്റാരിങ് വണ്ടിയാണ്. AC ഗ്യാസ് ചിലപ്പോ കമ്മി ഉണ്ടാവും. ഞാൻ AC ചെക്ക് ചെയ്തിട്ടില്ല. 2007 വണ്ടി, LXI വണ്ടി. ഇതൊരു ഓഫറിൽ കൊടുക്കാം, 65 റുപ്യ കൊടുക്കാം. 75 റുപ്യന്റെ വണ്ടിയാണ്. എവിടെ അന്വേഷിച്ചോട്ടെ, നല്ല കിടിലം വണ്ടി, 4 പുത്തൻ ടയറ്, നല്ല പുതിയ ഇൻഷൂർ, നല്ല ഫുള്ളാണ്, ഒരു കുഴപ്പമില്ല വണ്ടി. 65 റുപ്യ കൊടുക്കാം. അതിന്റെ താഴത്ത് പോകും. അതെന്താ അറിയോ, നമ്മളെ ഫണ്ട് റിലീസ് ആക്കി കിട്ടാന്നുള്ള ഉദ്ദേശമുള്ളൂ. അതിന് ലാഭം എടുത്തിട്ടില്ല. ഇപ്പൊ കീപ്പെട്ട് പോയാൽ നഷ്ടത്തിന് വിൽക്കണം. അതാണ് പറഞ്ഞത്. എസിയും പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. പിന്നെ സീറ്റ് കവർ, പേപ്പർ എത്ര വരെ ഉണ്ട്? പേപ്പർ 2.5 വർഷം 3 വർഷത്തോളം 27 വരെ ഉണ്ടാവും. എടുക്കുന്നവർക്കൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട്, പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയതാണ്, പിന്നെ മെക്കാനിക് ഫുള്ളാണ്. വേണമെങ്കിൽ വന്ന് നോക്കിക്കോളി. ഇതൊക്കെ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു 6 മാസം ഉപയോഗിച്ചിട്ട് ഇതേ വിലക്ക് തന്നെ വിൽക്കാം. കാരണം ഇപ്പൊ മുടക്കൊന്നും പോവാല്ല. ആൾട്ടോ 2007 വണ്ടി പറഞ്ഞാല് നല്ല ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ 90, 85, 90 വിൽക്കാം. നമ്മളിത് ചെറിയ പൈസക്ക് ആൾട്ടോ കേട്ടെന്ന് വേണമെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. നല്ല അടിപൊളി വണ്ടിയാണ്. ഇതിന്റെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാല് എത്ര മോഡൽ ആയിരുന്നത്? 2016 ഡിസംബർ വണ്ടി. 2016 ഡിസംബർ. 4 ഫുൾ കട്ട ടയർ. പിന്നെ ഇൻഷൂർ, പുതിയ ഇൻഷൂർ ഉണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടിമല്ല. ഇഞ്ചനോ കാര്യങ്ങളൊക്കെ ഫുൾ കണ്ടീഷൻ. ഒരു സാധനം മാറിയില്ല. സെക്കൻഡ്, 2ാമത്തെ ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി ഉള്ളത്. ഉള്ളും പുറത്തൊക്കെ നോക്കാൻ എല്ലാ ചെക്കപ്പും കഴിഞ്ഞ വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ ഏതാണ്? VXI ഏറ്റവും ഫുൾ. ഓക്കെ, വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇത് എത്ര കൊടുക്കാം? ഇതിപ്പോ സത്യം പറയുകയാണെങ്കിൽ 2.5 ലക്ഷം റുപ്യൊക്കെ കൊടുക്കേണ്ടത്. 2.45 വണ്ടി കൊടുക്കാം. 2.45 ഇത് 1000 cc അറിയാലോ. 1000 cc നല്ല യാത്രാസുഖം, അതേപോലെ ഡ്രൈവിംഗ് നല്ല പെർഫെക്റ്റ് ഉള്ള വണ്ടിയാണ്. അതെ, അത്യാവശ്യം കട്ടയുള്ള ടയർ ഉണ്ട്, പിന്നെ മെക്കാനിക് ഫുള്ളാണ്, ഒന്നും ചെയ്യാനില്ല. 2016 വണ്ടി ചോദിച്ചത് 2.50 ചോദിച്ചിട്ടുണ്ട്. 16 ഡിസംബർ വണ്ടിയാണ്. ഡിസംബർ ആണ്. അപ്പൊ ലാസ്റ്റ് 17 തന്നെ പറയാം. 16 ലാസ്റ്റ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. വാഗനർ, ഒരു റിഡ്സ് കാർ, ഒരു റയർ പീസ്. അപ്പോ ഇത് രണ്ടും നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ നമ്മളെ ലത്തുഖാനെ വിളിക്കുക. ലത്തുഖാന്റെ നമ്പർ വീഡിയോന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ലൊക്കേഷൻ അയച്ചു തരും കേട്ടോ. ലത്തുഖ, അപ്പൊ നമുക്ക് ഇത് ആദ്യം കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയാണ്? 2019 സിംഗിൾ ഓണർ. ഓക്കെ, കമ്പനി സർവീസ്. ഓക്കെ, ഒരു സാധനം റീപ്ലേസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പറയുന്ന കാര്യം ഞാൻ ചെയ്തു കൊടുക്കും. റീപ്ലേസ് ഉണ്ട് ഇതിന് വന്നിട്ട് ഈ വണ്ടി ഒരു റീപ്ലേസ് ഉണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇവിടെ വന്നത്. എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഓർക്ക് നഷ്ടപരിഹാരം ഞാൻ കൊടുക്കും. അത് അത്രയും ഗ്യാരണ്ടി. ഞാൻ കമ്പനിയിൽ ഹിസ്റ്ററി എടുത്ത് സിംഗിൾ ഓണറെ വീട്ടിൽ നിന്ന് എടുത്ത വണ്ടി. ഇത് 1.2 അല്ല, അത് 1000 cc. നല്ല മൈലേജാ. ഒരു 20 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു 19-20 റേഞ്ചിൽ മൈലേജ് കിട്ടും. ഇത് എത്ര ചോദിച്ചത്? ഇത് നമുക്ക് 4.5 ലക്ഷം റുപ്യ ഇതിന്റെ വില. നമുക്ക് 4,30,000 റുപ്യ കൊടുക്കാം. 4.30 ഫൈനൽ കൊടുക്കാം. എത്ര മോഡൽ പറഞ്ഞ? 2019 സിംഗിൾ ഓണർ. 5 പുത്തൻ ടയർ. 5, 4 അല്ല, 5 സ്റ്റെപ്പിനടക്കം 5 പുത്തൻ ടയർ. 90 കമ്പനി സർവീസ് 90 ചെയ്തു. ഇനി 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അല്ല? അത്രയും പക്ക വണ്ടിയാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. 4.50 ചോദിച്ചിട്ട് 4.30 തരാൻ വണ്ടി കൊടുക്കാം. ഓക്കെ, വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോ. ഇവിടെ നമുക്ക് റിഡ്ജ് കാർ നോക്കാം. റിഡ്ജ് ഒരു റയർ പീസാണ്, ബ്ലാക്ക് കളറാണ്. ഇത് കമ്പനി കളർ തന്നെ അല്ലേ? ഇത് RC ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആണ്. ഓക്കെ, ഇത് നല്ല കോസ്റ്റ്ലി അലോയ്സ്. 4 പുത്തൻ അലൈവിയിലും പിന്നെ ടയറും നല്ല ക്വാളിറ്റി ഉള്ള അലൈവിയിലാട്ടോ. വെറുതെ അലൈവിയിൽ എന്ന് പറയാനല്ല, നല്ല വിലല്ലായി. ഒരു 10,58,000 റുപ്യ 4 ടയറും അലൈവിയിലും. സീറ്റ് കവർ 10,000 മുകളിൽ വിലല്ല സീറ്റ് കവറാണ്. പിന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട്. അതിന്റെ ഫിറ്റിംഗ്സ് കാര്യം 13,000 റുപ്യാണ് അതിൽ ബില്ലുണ്ട്. അപ്പൊ ടച്ച് സ്ക്രീൻ, നല്ല അടിപൊളി സീറ്റ് കവർ, നല്ല വില കൂടിയ അലൈവിയിൽ 4 പുത്തൻ ടയർ. ഇൻഷൂർ, പുത്തൻ ഇൻഷൂർ എടുത്താൽ കൊടുക്കാം. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതുമല്ല, റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് എത്ര ചോദ്യം? ഇത് നമുക്ക് ചോദ്യത്തെ ഒരു 3 ഇട്ടാൽ നോക്കൂല. 2.90 കൊടുക്കാം. 1 ലക്ഷം റുപ്യന്റെ ഫിറ്റിംഗ്സ് ഉണ്ട്. മോഡൽ ഒന്നുകൂടി പറഞ്ഞാൽ 12 മോഡല്. 2012 ന്യൂ മോഡല്. ഇത് ന്യൂ ഷേപ്പിൽ തന്നെ കമ്പനി അതേ ഷേപ്പ്. ഓക്കെ, 2.90 ലാസ്റ്റ് തരാന്ന് പറയുന്നുണ്ട്. ആവശ്യം കണ്ടെന്ന് നോക്കിക്കോ. ഇത് എത്ര പൈസ ഇറക്കാൻ പറ്റും? ഇനി വേറൊരു കാര്യം, എന്നോട് ഈ 40,000 റുപ്യക്ക് 4 ടയറും അലവിയിലും
ഒരാൾ ചോദിച്ചു. അത് കൊടുത്താൽ ബാക്കിയുള്ള പൈസ മതി. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ വണ്ടിന്റെ ആ ലുക്ക് കിട്ടണമെങ്കിൽ ഇത് വേണം. അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ചെറിയ റേറ്റ് മാറ്റം ഉണ്ടെങ്കിൽ തന്നെ അത് കാരണം മനസ്സിലാക്കുന്നത്. ഓക്കെ.